അമ്മ പഠിച്ചിരുന്ന സ്കൂള് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്കൂളിന്റെ ഫ്രണ്ടിൽ 2 രൂപയുടെ പെൻസിലായിരുന്നു അന്ന് ട്രെൻഡിങ്. അപ്പൊ ആ 2 രൂപയുടെ പെൻസിൽ വിറ്റുകൊണ്ടിരുന്ന ആളാണ്. പിന്നീട് അവര് സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പോൾ അച്ഛന് ഫിനാൻഷ്യലി 1 രൂപ പോലും ഇതില്ല, ബാക്കപ്പ് ഇല്ല. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി എന്നല്ല. അപ്പൊ അവര് സീറോ ബഡ്ജറ്റിൽ നിന്നാണ് അവര് ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അച്ഛൻ ഇത്ര 35 വർഷങ്ങൾക്ക് മുമ്പാണ്, ആലോചിച്ച് നോക്കണം, ഓരോ സമയത്തും വരുന്ന ട്രെൻഡിനനുസരിച്ച് ബിസിനസ് മാറ്റിയ ആളാണ്. ആദ്യം പെൻസിൽ വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് ഈ മോമോസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു അച്ച് ട്രെൻഡിങ് ആയി വന്നു. പിന്നെ പുള്ളി അതിലേക്ക് മാറി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം അതിലും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മീൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ CD ഇറങ്ങി. CD ഇറങ്ങിയ സമയത്ത് സ്ട്രീറ്റില് പായരിച്ചിരുന്നിട്ട് CD വിറ്റുകൊണ്ടിരുന്ന ആളാണ്. അന്നൊക്കെ ഭയങ്കര റിസ്ക് ആണ്. അച്ഛൻ ഈ മഴയൊക്കെ ഉള്ളപ്പോൾ ഓടി വീട്ടിൽ വരും. കുറച്ച് ഇമോഷണലി ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണ്. പോലീസ് വരുമ്പോൾ എടുത്തോണ്ട് ഓടണം. സ്ട്രീറ്റ് ബിസിനസ്സുകാർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് സർവൈവ് ചെയ്യുക. അത് കഴിഞ്ഞപ്പം ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ ട്രെൻഡായി തുടങ്ങി. അങ്ങനെ പുള്ളി ഇലക്ട്രോണിക് സാധനങ്ങൾ എടുത്ത് വിൽക്കാൻ തുടങ്ങി. അതിന് ശേഷമാണ് നമ്മുടെ പബ്ലിക് ഓഫീസ്, ട്രിവാൻഡ്രം പബ്ലിക് ഓഫീസും വാട്ടർ അതോറിറ്റിയും സംരംഭകർക്കൊരു സ്ഥലം കൊടുക്കും, അവരുടെ ക്യാൻറ്റീൻ്റെ അവിടെ. അപ്പൊ അവിടെ നമുക്ക് സാധനങ്ങൾ ഇട്ടിട്ട് വിൽക്കാം. അങ്ങനെ പുള്ളി അവിടെ സാധനം ഇട്ട് വിറ്റതിന് ശേഷം അവിടെ നിന്ന് കിട്ടിയ ഇൻകം കൊണ്ട് പുള്ളി ഒരു ഞങ്ങള് 10-15 വർഷം വാടകയ്ക്ക് താമസിച്ചാണ്. ആ ഏരിയയിൽ തന്നെ പുള്ളി വീട് വാങ്ങി വെച്ചു. ഈ ഒരു സ്ട്രീറ്റ് ബിസിനസ്സിൽ നിന്നാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. അതിനുശേഷം പുള്ളി ഷോപ്പ് തുടങ്ങി. ഇപ്പൊ പുള്ളിക്ക് 2 ഷോപ്പുണ്ട്, എൻ്റെ ചേച്ചിക്ക് ഒരു ഷോപ്പുണ്ട്, എനിക്കൊരു ഷോപ്പുണ്ട്. അത്യാവശ്യം വാഹനങ്ങളും ഞങ്ങളെ 3 പേരെയും സെറ്റിൽ ചെയ്തത് പുള്ളിയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ തന്നെ, ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ മുതൽ തന്നെ എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ലൈഫ് ഈസി ആക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്കറിയാം സർവൈവലിന്റെ എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. സീറോ ബഡ്ജറ്റിൽ നിന്ന് എങ്ങനെ ബിസിനസ് തുടങ്ങാം, ട്രെൻഡിനനുസരിച്ചിട്ട് എങ്ങനെ ബിസിനസ് മാറ്റാം, എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളത് പഠിച്ചത് അച്ഛനിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ ഒരു കീ എന്താ പറയാ, അതിനൊരു കീ, ഒരു ജനറ്റിക് സംഭവം മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കും. അത് കറക്റ്റ് സമയത്ത് അതിന്റെ ഒരു സ്കില്ല് നമുക്ക് ഒന്ന് അപ്പായി കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് ശേഷം സന്ധ്യ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് സാൻഡി സോയ എന്ന് പറഞ്ഞ പേര്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഈ സ്ത്രീകൾ സംരംഭം തുടങ്ങുമ്പോൾ എനിക്ക് വലിയ നിർബന്ധമുള്ള കാര്യമായിരുന്നു, ഇപ്പോ നമ്മളുടെ എന്താ പൂർവികർ ഉണ്ടാക്കി വെക്കുന്ന ഒരു പേരിന്റെ അണ്ടറിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച ആളല്ല ഞാൻ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബേസിക് മുതൽ എൻഡ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. നാളെ സന്ധ്യ രാധാകൃഷ്ണന്റെ അവരുടെ ഷോപ്പിന്റെ പേര് സിയ കട്ടൻസ് ആണ്. സിയ കട്ടൻസിന്റെ ലേബലിൽ തുടങ്ങിയിട്ട് അച്ഛൻ്റെ ഒരു ലേബലിൽ സർവൈവ് ചെയ്യാൻ ആഗ്രഹിച്ച ആളല്ല ഞാൻ. അപ്പൊ ഞാൻ സാൻഡി സോയ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിൽ തന്നെ ലോണിന് വേണ്ടിയിട്ട് ബാങ്കിൽ പോയത്, മുനിസിപ്പൽ ലൈസൻസിന് പോയത്, ഇതിലൊന്നും എൻ്റെ ഹസ്ബൻഡോ അച്ഛനോ എന്നെ സഹായിച്ചിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും വ്യവസായ വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കിൽ പോയി ആ POC കാണുന്നത് മുതൽ ഷോപ്പിലെ സാധനങ്ങൾ സ്റ്റോക്ക് കയറ്റാൻ പോലും എനിക്ക് ആരും ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ആ സമയത്ത് തിരക്കായിരുന്നു. ആള് ഇടയ്ക്ക് വരും, ഹെൽപ്പ് ചെയ്യും, പോകുന്നല്ലാതെ ഫുൾ സ്റ്റോക്ക് അടുക്കി വെച്ചത് വരെ ഞാനായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും.